അതെ, ഇപ്പോഴാണ് നമ്മളൊന്ന് വീഡിയോ എടുത്തത്. നല്ലൊരു അമ്പലമാണ് ഗൈസ്, അപ്പോൾ എല്ലാവരും പോയി കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ നേരെ പോകുന്ന ബസ് സ്റ്റോപ്പിലോട്ടാണ്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ചെറുപ്പശ്ശേരിക്ക് ബസ്സില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് പോയിട്ടാണ് ചെറുപ്പശ്ശേരിക്ക് ബസ് കയറുന്നത്. നമ്മൾ ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ വയലൊക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന ബസ്സിലോട്ടും കയറിയിട്ടുണ്ട്. ഭയങ്കര ടയേർഡായിട്ടോ അവിടെ എത്തുമ്പോഴേക്കും തന്നെ. ഈ ബസ്സിൽ യാത്ര തന്നെ ഭയങ്കര ടയർഡ്നെസ് ആണല്ലോ. 4 മണിയായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ മന കണ്ടുപിടിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ പാതിരക്കുന്നത്തെ മനയുടെ മുൻവശം വരുന്നത്. ഞങ്ങളങ്ങനെ കയറുകയാണ് കേട്ടോ അമ്പലത്തിലോട്ട്. ഈ വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അവളുടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമ്മളത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തി കേട്ടോ. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കരമായ സമാധാനവും ശാന്തവുമായുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് പീസ് ഓഫ് മൈൻഡ് ആകും. നമുക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. അപ്പോൾ നമ്മുടെ പൂജ തുടങ്ങാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മനയ്ക്ക് പണ്ട് തൊട്ടേ പറയപ്പെടുന്ന ഒരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ഐതിഹ്യം കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊട്ടും അറിയാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ. പണ്ട് മനയിലെ ഇല്ലത്തമ്മ കുട്ടികളുണ്ടായിരുന്നില്ലെന്ന് പറയപ്പെട്ടിരുന്നു. അതിനാൽ ജ്യോതിഷ കണക്കുകൂട്ടൽ പ്രകാരം വടക്കുന്നാഥൻ ക്ഷേത്രം സന്ദർശിക്കാൻ അവരോട് നിർദ്ദേശിക്കപ്പെട്ടു. നിർദ്ദേശിച്ചതുപോലെ തന്നെ അവർ ക്ഷേത്രം സന്ദർശിച്ചു. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇല്ലത്തമ്മ അമ്മയായി. 9 മാസങ്ങൾക്ക് ശേഷം ഇല്ലത്തമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക മാത്രമല്ല ഒരു കുഞ്ഞു സർപ്പത്തെയും പ്രസവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞു സർപ്പം അപ്രത്യക്ഷമായി. അതിനാൽ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ഇല്ലത്തമ്മ ഒരു കുഞ്ഞു സർപ്പത്തെ പ്രസവിച്ച സ്ഥലമാണിത്. ഇതാണ് കേട്ടോ ഇവിടെ പറയപ്പെട്ടിരുന്ന ഐതിഹ്യം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രം ഒരു ശുഭകരമായ ദിവസമാണ്. ഈ ദിവസം സർപ്പാരാധനയ്ക്ക് പേര് കേട്ടതിനാൽ ഈ ക്ഷേത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിവസം നാഗരാജാവിന് പ്രത്യേക പൂജകൾ കൂടി അർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സർപ്പക്കാവിൻ്റെ മുൻവശത്തെ സർപ്പക്കുളം. നമ്മളതിൽ കാല് കഴുകാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാവിൽ കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാല് കഴുകുകയാണ്. കുറച്ച് പേടിച്ചായിരുന്നു വഴുക്കലുണ്ടെന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. മീനൊക്കെ വന്ന് കാലിതാക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ കാല് കഴുകുകയാണ്. കുറേ കളിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. നമുക്ക് മുകളിലോട്ട് കയറാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം മതിയാക്കി. അങ്ങനെ ഞങ്ങൾ കാവിൽ തൊഴാനായിട്ട് കയറി കേട്ടോ. ആദ്യം നമ്മൾ കാവിലാണ് കേട്ടോ തൊഴുക. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനയിൽ പോയിട്ട് തൊഴാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വന്ന് തൊഴുതിയിട്ട് നമ്മൾ മനയ്ക്കകത്ത് പോയായിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം നമ്മൾ പ്രസാദമൊക്കെ മേടിച്ച് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പോയത്. ഞങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകേണ്ട സമയം ആയതുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ കാവിൽ നിന്ന് ഇറങ്ങിയത് ഒരു വീഡിയോ എടുത്തായിരുന്നു. അതാണ് കേട്ടോ ഇത്. ഹായ്, ഹലോ ഗൈസ്. അഞ്ചു, ഹലോ. നമ്മളപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളിപ്പോൾ പാതിരക്കുന്ന മലയ്ക്ക് പോയിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇതാണ് അമ്പലത്തിൽ പോണ വഴി. ഇതാണ് കേട്ടോ ഗൈസ് വഴി. ഇതിൽ നേരെ പോകണം. ഞങ്ങൾക്കപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അതെ, ഇപ്പോഴാണ് നമ്മളൊന്ന് വീഡിയോ എടുത്തത്. നല്ലൊരു അമ്പലമാണ് ഗൈസ്, അപ്പോൾ എല്ലാവരും പോയി കാണാം. അതെ, ചെറുപ്പശ്ശേരിയിലാണ് അമ്പലം ഉള്ളത്. പാതിരക്കുന്നത്ത് മന എന്നാണ് പേര്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ തന്നെ. അതെ, 1 മണി 1:30 ഇറങ്ങിയതാണ്. ഇവിടെ എത്തുമ്പോൾ 4 മണി. ഇപ്പോൾ സമയം 6:15 അതെ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തായാലും വൈകും. പാലക്കാട് ബൈ.